എങ്ങനെ ഞങ്ങൾ വിശ്വസിക്കും? അമ്മ ഇപ്പോഴും ചോക്ലേറ്റ് എടുത്ത് അവന് ഫ്രിഡ്ജിൽ വെച്ചേക്കണം വരുമ്പം കൊടുക്കാനായിട്ട്. ഈ ബർത്ത്ഡേയുടെ ചോക്ലേറ്റ് ഒക്കെ എടുത്ത് വെച്ചേക്കണം അവന്. കാരണം അവ അതിന്റെ പിറ്റേ നിങ്ങൾ എത്തേണ്ട ആളാണ്. സംസാരിച്ച് ചിരിച്ച് കളിച്ച് സംസാരിച്ചുകൊണ്ട് നിന്ന ആളാണ്. വീഡിയോ കോളിൽ ഞങ്ങളെ വിളിച്ചിട്ട് ചിരിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് നിന്ന ആള് പെട്ടെന്ന് അറിയുന്ന പിറ്റേ ദിവസം മരണപ്പെട്ടെന്ന്. എങ്ങനെ നമ്മൾ വിശ്വസിക്കും? മരണം സംഭവിക്കത്തക്ക രീതിക്കുള്ള മുറിവ്, പുറമെ ഒന്നും കണ്ടില്ല. നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ആരെ രക്ഷിക്കാനാണ് ഈ കിടന്ന് പെടാപ്പാട് പെടുന്നത്? അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജിലെ റാം എന്ന അധ്യാപകന് വേണ്ടി മാത്രമാണോ ഈ പുറത്തു വരുന്ന തെളിവുകളടക്കം മാറ്റിവെക്കുന്നത് എന്നുള്ളൊരു സംശയം ഉയരുകയാണ്. നിതിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് വളരെ വേദനയോടെയാണ് ആ കുടുംബം ഓരോ മണിക്കൂറിലും സംസാരിക്കുന്നത്. കഴിഞ്ഞ ദിവസം CCTV ദൃശ്യങ്ങൾ, അതായത് മരണപ്പെടുന്നതിൻ്റെ തൊട്ടു മുൻപായിട്ട് നിതിൻ സംസാരിച്ചിരുന്ന, റാമുമായി സംസാരിച്ചിരുന്ന നിമിഷങ്ങളുടെ CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു. എന്നാൽ ആ പുറത്തു വന്ന തെളിവെന്ന് പറയുന്ന CCTV ദൃശ്യങ്ങളിലും ചില സംശയങ്ങൾ ചൂണ്ടിക്കാണിക്കുകയാണ് നിതിൻ്റെ കുടുംബം. ഡോക്ടർ റാം പ്രത്യേകിച്ച് ഈ ആരോപണ വിധേയമാകുന്ന രീതിയിൽ നിതിനെ മാനസികമായി തളർത്തിയിരുന്നില്ല, അല്ലെങ്കിൽ നിതിൻ്റെ മരണത്തിന് കാരണം ഡോക്ടർ റാം അല്ല എന്ന് തോന്നുന്ന തരത്തിൽ CCTVയിലെ പ്രധാനപ്പെട്ട പല ഭാഗങ്ങളും കട്ട് ചെയ്തുകൊണ്ടാണ് ഇപ്പോൾ മാധ്യമങ്ങളിലടക്കം പുറത്തു വന്നിരിക്കുന്ന CCTV ദൃശ്യങ്ങൾ വരുന്നത് എന്നുള്ളതാണ് ഈ കുടുംബത്തിൻ്റെ പ്രധാനപ്പെട്ട ആരോപണം. അതായത് രക്ഷപ്പെടുത്താൻ വേണ്ടി പലയിടങ്ങളിൽ നിന്നും ശ്രമങ്ങൾ നടക്കുന്നുണ്ട് എന്നുള്ള ഒരു തുറന്നു പറച്ചിൽ എന്ന് വേണമെങ്കിൽ നമുക്കിതിനെ വിശേഷിപ്പിക്കാം. ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്ന ആ ഒരു CCTV ദൃശ്യങ്ങളിൽ നിതിനെയും ഡോക്ടർ റാമിനെയും ഒക്കെ കാണാം. ആ ദൃശ്യങ്ങൾ കണ്ടിട്ട് നമുക്ക് അടുത്തതിലേക്ക് വരാം. എന്തായാലും ഇത്തരത്തിൽ ചില CCTV ദൃശ്യങ്ങൾ പുറത്തു വരുമ്പോഴും അവിടെയും തൃപ്തമല്ലാത്ത രീതിയിൽ തന്നെയാണ് അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജ്, മെഡിക്കൽ കോളേജ് വിദ്യാർത്ഥി നിതിൻ രാജിന്റെ മരണവുമായി ബന്ധപ്പെട്ട് കുടുംബം അതൃപ്തി അറിയിക്കുന്നത്. അന്വേഷണം ലോൺ ആപ്പുമായി ബന്ധപ്പെട്ട് മാത്രമാണ് എന്നുള്ള രീതിയിൽ കേസിനെ ഒതുക്കി തീർക്കാൻ വേണ്ടിയുള്ള ശ്രമം ലോൺ ആപ്പിൽ മാത്രം നിതിൻ്റെ മരണം ഒതുങ്ങുന്ന തരത്തിൽ ചിത്രീകരിക്കുന്നു എന്നാണ് നിതിൻ്റെ കുടുംബം ആരോപിക്കുന്നത്. ലോൺ എടുത്തിട്ട് എന്നുള്ളത് ശരി തന്നെയാണ്, അത് കുടുംബത്തിന് അറിയാവുന്ന കാര്യം. പക്ഷേ ലോൺ ആപ്പിൽ മാത്രം ഒതുങ്ങുന്നതല്ല അവൻ്റെ മരണം. ലോൺ ആപ്പുമായി ബന്ധപ്പെട്ട് നിതിനെ വിചാരണ ചെയ്തിട്ട് ഉണ്ട് എന്നും പ്രിൻസിപ്പലിലേക്കും ലതയിലേക്കും ദൃശ്യങ്ങളിലുള്ള എല്ലാവരിലേക്കും അന്വേഷണം പോകേണ്ടതുണ്ട് എന്നും ആ ഒരു സിസ്റ്റർ അല്ലെങ്കിൽ നിതിൻ്റെ സഹോദരി അടക്കം പറയുകയാണ്. നമുക്കറിയാം എത്രമാത്രം വേദനയോടെയാണ് ആ ഒരു കുടുംബം ഇപ്പോൾ കടന്നു പോകുന്നത് എന്ന്. പക്ഷേ എത്രമാത്രം വേദനകൾ ഉണ്ട് എങ്കിലും തൻ്റെ സഹോദരന് നീതി കിട്ടണമെങ്കിൽ താൻ ഇപ്പോൾ സ്ട്രോങ് ആയിട്ട് നിൽക്കണം, തുറന്ന് പറയണം എന്നുള്ളൊരു ബോധ്യത്തിലേക്ക് ആ സഹോദരിമാരെത്തുകയാണ്. അതിൻ്റെ തെളിവാണ് ഓരോ തെളിവുകളും അക്കമിട്ട് പറഞ്ഞുകൊണ്ട് മാധ്യമങ്ങളോട്, ഓരോ മാധ്യമങ്ങൾ വരുമ്പോഴും വിശ്രമമില്ലാതെ ക്ഷീണം കാണിക്കാതെ അവരുടെ സംശയങ്ങൾ തുറന്നു പറയുന്നത്. എല്ലാ ദൃശ്യങ്ങളും പുറത്ത് വന്നിട്ടില്ല എന്ന് ആ കുടുംബം പറയുന്നു. CCTV ഇല്ലാത്ത ഭാഗത്ത് ആരെങ്കിലും വന്നു പോയിട്ടുണ്ടോ എന്ന് പരിശോധിക്കണം.
പോലീസ് ഒരു വിവരവും കുടുംബത്തെ അറിയിക്കുന്നില്ല എന്നും കുടുംബത്തിനുള്ളത് വാർത്തയിൽ നിന്ന് വരുന്ന അറിവുകൾ മാത്രമാണെന്നും ഗുരുതരമായിട്ടുള്ള ആരോപണവും ഉയർത്തുന്നു നിതിന്റെ കുടുംബം. മാനേജ്മെന്റും ഇതുവരെ കുടുംബത്തെ വിളിച്ചിട്ടില്ല എന്ന് അശോക് ഉൾപ്പെടെയുള്ള ബന്ധുക്കൾ വ്യക്തമാക്കി. അതേസമയം തെറ്റ് ചെയ്തവർ ശിക്ഷിക്കപ്പെടണമെന്ന് നിതിന്റെ സഹപാഠികൾ അറിയിക്കുന്നു. കഴിഞ്ഞ ദിവസം നിതിന്റെ വീട്ടിലേക്ക് നിതിന്റെ സഹപാഠികൾ എത്തുമ്പോൾ അവരും ആവർത്തിക്കുന്നത് സ്കൂളിലെ ആ നരകയാതനയെ കുറിച്ച് തന്നെയാണ്. തെറ്റ് ചെയ്തവർ ശിക്ഷിക്കപ്പെടണം, ഡോക്ടറാകണം എന്നായിരുന്നു അവന്റെയും ആഗ്രഹമെന്ന് ഓർത്തെടുക്കുന്നു നിതിന്റെ സുഹൃത്ത്. പ്രശ്നങ്ങളെ അവൻ അതിജീവിച്ചിരുന്നു. പ്രിൻസിപ്പലിന്റെ മുറിയിൽ അന്ന് എന്തോ നടന്നിട്ടുണ്ടെന്ന് ആവർത്തിക്കുന്നു ആ സുഹൃത്ത്. അവനെ വിഷമിക്കാൻ ഉള്ള എന്തോ ഒരു സാഹചര്യം, അതായിരുന്നു അവന്റെ മരണകാരണം. ക്ലാസ്സിൽ ജാതി അധിക്ഷേപം നടത്തിയിട്ടില്ല, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് തനിക്ക് അറിയില്ല എന്നും പുറത്തു വച്ച് ജാതി അധിക്ഷേപം നടത്തിയോ എന്നത് അന്വേഷിക്കണമെന്നും നിതിന്റെ സുഹൃത്ത് നാസിം വ്യക്തമാക്കി. സാമൂഹിക മാധ്യമങ്ങളിൽ തങ്ങളെ വേട്ടയാടുന്നുവെന്നും വ്ലോഗർ തങ്ങളെ വേട്ടയാടുന്നു എന്നും നാസിം പരാതിയായി പറയുന്നു. മരണത്തിന് കാരണം ഞങ്ങളാണെന്ന് പോലും പറയുന്ന ആളുകളുണ്ട് എന്നാണ് നിതിന്റെ സുഹൃത്തുക്കൾ ഇപ്പോൾ വ്യക്തമാക്കുന്നത്. ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് ഞങ്ങളെ അധിക്ഷേപിക്കുന്ന രീതിയുണ്ടെന്നും റീച്ച് കിട്ടാൻ വേണ്ടി തങ്ങളെ ഉപയോഗിക്കുന്ന രീതിയാണ് എന്നും, പക്ഷേ ഇതിനപ്പുറത്തേക്ക് നിതിന്റെ നീതിയാണ് ആവശ്യമെന്നും ഓർത്തെടുക്കുകയാണ് നാസിം. അതേസമയം ഈ നിതിന്റെ മരണവുമായി ബന്ധപ്പെട്ട ഈ കുടുംബം ഉന്നയിക്കുന്ന സംശയങ്ങൾ അത് വളരെ പ്രധാനപ്പെട്ടതാണ്. കഴിഞ്ഞ ദിവസം മലയാളി വാർത്ത നിതിന്റെ ബന്ധുക്കളുമായി സംസാരിച്ചപ്പോൾ തങ്ങളോട് അവർ പറഞ്ഞത്, നിതിന്റെ മരണം ഒരു ആത്മഹത്യയാണെങ്കിൽ അതിനുതകുന്ന തെളിവുകൾ വേണ്ടേ എന്നുള്ളൊരു ചോദ്യമാണ്. നിതിന്റെ സഹോദരി നമ്മളോട് ചോദിക്കുന്നത്, ഒരു 5 നില അല്ലെങ്കിൽ 3 നില ഹൈറ്റുള്ള കെട്ടിടത്തിൽ നിന്ന് 3-ാം നിലയിൽ നിന്നൊക്കെ താഴോട്ടേക്ക് വീഴുമ്പോൾ സ്വാഭാവികമായിട്ടും അത് നിതിന്റെ ശരീരത്തിൽ വലിയ മുറിവുകളും വലിയ പ്രശ്നങ്ങളും ഉണ്ടാകേണ്ടതല്ലേ എന്നുള്ള പ്രധാനപ്പെട്ട ചോദ്യമാണ്. നിതിന്റെ മരണത്തിൽ മരണത്തിന് ഉതകുന്ന തരത്തിലൊരു ആഘാതം ശരീരത്തിൽ ഉണ്ടായിട്ടില്ല എന്നുള്ള കാര്യങ്ങൾ പുറത്തേക്ക് വരുമ്പോൾ അവിടെ വലിയ സംശയങ്ങളാണ് തങ്ങൾക്കുള്ളതെന്ന് നിതിന്റെ സഹോദരി പറഞ്ഞു. അതോടൊപ്പം തന്നെ നിതിൻ വീണു എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു തുള്ളി രക്തം പോലും ഇല്ല എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു യാഥാർത്ഥ്യം എന്ത് എന്നുള്ള സംശയവും ഉന്നയിക്കുന്നുണ്ട് അവർ. ഒരു ഏറ്റവും ഹൈറ്റിൽ നിന്ന് വീഴുന്ന ഒരാൾക്ക് താഴെ വീഴുന്ന ഒരാളുടെ ശരീരം മുറിയുകയും സ്വാഭാവികമായിട്ടും അവിടെ രക്തമൊക്കെ ചിന്നിച്ചിതറേണ്ടതുമായിരുന്നില്ലേ എന്നുള്ള ചോദ്യം നിതിൻ്റെ സഹോദരി ചോദിക്കുമ്പോൾ നിതിൻ്റേത് ആത്മഹത്യയാണോ കൊലപാതകമാണോ എന്നുള്ള സംശയത്തിലേക്ക് നമ്മളും എത്തുന്നുണ്ട്. എന്തായാലും നിതിൻ്റെ സഹോദരിയുടെ ആശങ്കകൾ കൂടെ നമുക്ക് നോക്കാം. മലയാളി വാർത്തയോട് നിതിൻ്റെ സഹോദരി പറഞ്ഞത് കേൾക്കാം. ഒത്തിരി സംശയമുണ്ട്. ഇപ്പം അവൻ ആദ്യം അവർ പറഞ്ഞ് 2 നിലയുടെ മണ്ടയെന്ന് ചാടിയെന്ന് പറഞ്ഞു, പിന്നെ പറഞ്ഞ 5 നിലയുടെ മണ്ടയെന്നാണ് അവൻ ചാടിയെന്ന് പറഞ്ഞു, പിന്നെ പറയുന്നത് ഇപ്പൊ പറയുന്നതെന്ന് വെച്ചാൽ അത് ഇത് സൺഷെയ്ഡിനെ കാട്ടിയും ഈ സൈഡിനെ കാട്ടിയും ഒരു അല്പം കൂടെ പൊക്കമുള്ള സ്ഥലത്തു നിന്നാണ് അവൻ ചാടി. അങ്ങനെ ഉള്ള ഒരു സ്ഥലത്തു നിന്ന് ചാടിയിട്ടുണ്ടെങ്കിൽ അവന്റെ ദേഹത്ത് വരേണ്ടതായിട്ടുള്ള മുറിവുകളില്ല. കാലിനൊരു ഫ്രാക്ചർ ഉണ്ടായെന്ന് പറയുന്നുണ്ട്. അല്ലാണ്ട് ഇവിടെ നിന്ന് പോയി കണ്ടിട്ട് വന്ന ആൾക്കാർ ചേട്ടനൊക്കെയാണ് പോയി കണ്ട വന്നിട്ട് പറയുന്നുണ്ട് അത്തരത്തിലുള്ള ആഴത്തിലുള്ള മുറിവ്, അവനൊരു മരണം സംഭവിക്കത്തക്ക രീതിക്കുള്ള മുറിവ് പുറമേ ഒന്നും കണ്ടില്ല. ഇന്റേണൽ ഇഞ്ചറിയെ കുറിച്ചൊന്നും നമുക്ക് അത് പുറമേ നോക്കുമ്പോൾ അറിയാൻ പറ്റത്തില്ല. പിന്നെ അടുത്ത് പറഞ്ഞെന്ന് വെച്ചാൽ അവര് ഹോസ്പിറ്റലില് 1:30 ചാടി എന്റെ അനിയന 3:30 വരെ അവര് 3:30 അവൻ മരിച്ചെന്ന് പറയുന്നത്. ആ ഹോസ്പിറ്റലിൽ ട്രീറ്റ്മെന്റ് കൊടുത്തു. എന്ത് ട്രീറ്റ്മെന്റ് അവർ കൊടുത്തു? ഫസ്റ്റ് എയ്ഡ് കൊടുത്തു. എന്ത് ഫസ്റ്റ് എയ്ഡ് അവർ കൊടുത്തു? ബ്ലഡ് അടച്ചെന്ന് പറയുന്നു. ബ്ലഡ് അടച്ച കാര്യത്തിൽ തന്നെ ഒരു ദുരൂഹതയാണ്. അവന്റെ ബ്ലഡ് ഗ്രൂപ്പ് ഏതാണെന്ന് അറിഞ്ഞുകൂടാതെ കുറച്ചു നേരം അവർക്ക് കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. ഒരു റോഡ് ആക്സിഡന്റ് സംഭവിച്ചു വരുന്ന ഒരു വ്യക്തി അവരെ ബ്ലഡ് അറിയാൻ വേണ്ടിയിട്ട് ഹോസ്പിറ്റലുകാർക്ക് കുറെ സമയം എടുക്കും. നമ്മളെ ബ്ലഡ് ഗ്രൂപ്പ് അറിയാന്ന് വെച്ചാൽ പെട്ടെന്ന് അറിയാം. പിന്നെ അവന്റെ ബ്ലഡ് ഗ്രൂപ്പ് A പോസിറ്റീവ് ആണ്, പെട്ടെന്ന് കിട്ടുന്ന ബ്ലഡ് ഗ്രൂപ്പാണ്. അതിനുവേണ്ടി അവർ എല്ലാ ക്ലാസ്സിലും പോയി പറഞ്ഞെന്ന് ആരെങ്കിലും ഒക്കെ A പോസിറ്റീവ് ബ്ലഡ് ഗ്രൂപ്പ് ഉള്ളവർ വന്ന് ബ്ലഡ് കൊടുക്കൂ, അത് ഒരു പെട്ടെന്ന് അത്യാവശ്യമായിട്ട് ഇങ്ങനെ ഒരു കൊച്ചിന് ഇങ്ങനെ ആവശ്യം വന്ന് ആ സമയത്താണ് സീനിയേഴ്സ് അറിഞ്ഞത്. അപ്പൊ സീനിയേഴ്സ് പറഞ്ഞ് ചേച്ചി അവൻ ചാടിയ സ്ഥലത്ത് ബ്ലഡിന്റെ ഒരു ഇതും കണ്ടില്ല, അവന് കാലിലൊരു ഫ്രാക്ചർ ഉണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. വേറെ ഒരു ഡീറ്റെയിൽസ് അവർക്ക് അറിയത്തില്ല. ഇവരെ ഹോസ്പിറ്റലിൽ ഈ ബ്ലഡ് ഗ്രൂപ്പ് പോലും പെട്ടെന്ന് അറിയാൻ പറ്റാത്ത ഹോസ്പിറ്റലിൽ ട്രീറ്റ്മെന്റ് ഇല്ലെന്നല്ലേ നമ്മൾ വിശ്വസിക്കാൻ. ബ്ലഡ് ബാങ്ക് ഉണ്ടെങ്കിൽ അവർ ബ്ലഡ് അന്വേഷിച്ച് ഓടൂലല്ലോ. ആ ബ്ലഡ് ബാങ്ക് ഇല്ലെന്നുള്ള സ്ഥലത്താണെങ്കിൽ അവർ വേറെ ഹോസ്പിറ്റലിൽ എന്തുകൊണ്ട് എന്റെ അനിയനെ കൊണ്ടെത്തിക്കാന്നുള്ള ദൂരമുള്ള അടുത്തുള്ള മറ്റു ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്നില്ല. നല്ല ട്രീറ്റ്മെന്റ് അവർക്ക് കൊടുത്തൂടെ? അവിടെ മെഡിക്കൽ സ്റ്റുഡൻസ് പഠിക്കുന്ന കോളേജാണ്. അവിടെ ഈ ബ്ലഡ് ഗ്രൂപ്പിന്റെ അതുപോലെ അറിയാനായിട്ടുള്ള ഫെസിലിറ്റി കുറവായിരുന്നു. അവൻ ആദ്യം പറഞ്ഞ ICU പ്രവേശിച്ചു, പിന്നെ പറഞ്ഞ ഒബ്സർവേഷനിലായിരുന്നു.
അവിടെ അവൻ എന്ത് ട്രീറ്റ്മെന്റ് കിട്ടിയെന്ന് ഞങ്ങൾക്ക് അറിയില്ല. സത്യമായിട്ട് ഈ നിമിഷം വരെ അറിയില്ല. കോളേജിൽ നിന്ന് ഒരുത്തര് പോലും പ്രിൻസിപ്പൾ ആയിക്കോട്ടെ, ഒരു സ്റ്റാഫ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ മാനേജ്മെന്റിന്റെ ഭാഗത്തു നിന്നായിക്കോട്ടെ, ഈ നിമിഷം വരെ ഒരു കോള് വന്നിട്ടില്ല. ഈ നിമിഷം വരെയും വന്നിട്ടില്ല. പിന്നെ ഈ ടീച്ചറിനെ സംബന്ധിച്ചൊരു ലതാ മാം എന്ന് പറഞ്ഞിട്ട് അവന് ഇഷ്ടമുണ്ടായിരുന്ന ടീച്ചർ തന്നെയാണ് അവര്, അല്ലെന്ന് ഞാൻ പറയുന്നില്ല. ലതാ മാം, ബിയാട്രിസ് മാം എന്ന് 2 മാമിനെയാണ് അവന് ഭയങ്കര ഇഷ്ടം. അതിൽ ഈ ലതാ മാമിനെക്കാട്ടി അവന് ഇഷ്ടം ബിയാട്രിസ് മാമിനെയാണ്. ഇവർ രണ്ടുപേരെ കുറിച്ച് എപ്പോഴും പറയും. അതിൽ ബിയാട്രിസ് മാം നല്ല സ്നേഹമാണ്, അതാണ് ഇതാണ് ഇങ്ങനെയൊക്കെ പറയും. ലതാ മാമിനെ കുറിച്ചും പറയും, സപ്പോർട്ടീവാണ് എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെയുള്ള ഇത്രയും സപ്പോർട്ടീവായ ഒരു സ്ത്രീ എന്തുകൊണ്ട് എൻ്റെ അനിയൻ്റെ അടുത്ത് ഇങ്ങനെ ഒരിത് വന്നപ്പോഴത്തേക്ക് ചോദിച്ചില്ല? എടാ നീ എനിക്ക് ഒരു കാര്യം ചെയ്യും, അവർക്ക് സംശയമാണെങ്കിൽ ശരി, നീ ഒരു കാര്യം ചെയ്യും, നിന്റെ വീട്ടിൽ വിളിച്ചിട്ട് എനിക്ക് ഞാൻ ചോദിക്കട്ടെ എന്നവർക്ക് പറഞ്ഞുകൂടായിരുന്നു. അവൻ എടുത്ത കോടികളും ലക്ഷങ്ങളൊന്നും ആയിരുന്നില്ല. അത് അവൻ്റെ വീട്ടുകാർക്ക് അറിയാമെന്നുള്ളത്. അത് അവൻ്റെ വ്യക്തിപരമായിട്ടുള്ള കാര്യവും ശരി, വ്യക്തിപരമായിട്ടുള്ള കാര്യം. കോളേജിൽ ഒരു ടീച്ചറിന് കോൾ വന്നു, അവരെന്തുകൊണ്ട് പാരൻസിൻ്റെ അടുത്തൊന്നും ഇൻഫോം ചെയ്തില്ല? അവരെന്തിന് ഫോൺ പിടിച്ചു വാങ്ങിച്ച് വെച്ച്? എൻ്റെ അനിയൻ ഇത്രയും ഹാരാസ്മെന്റ് കൊടുത്തിട്ട് ഫോൺ പിടിച്ചു വാങ്ങിച്ച് എന്തിനു വെച്ച്? അവൻ ആരെങ്കിലും വിളിച്ചൊന്ന് അറിയിക്കണ്ടേ ഇങ്ങനൊരു സംഭവം കോളേജിൽ ഉണ്ടായെന്ന്? അവന് വിളിച്ചറിയിക്കണ്ടേ അവന്? അതിനെങ്കിലും അവർ സമ്മതിച്ചില്ലല്ലോ എന്നുള്ള ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു ഇത് നമുക്കുണ്ട്. അവരെ ഭാഗത്ത് തന്നെയാണ് 100% തെറ്റെന്നാണ് ഞങ്ങൾ ഇപ്പോഴും വിശ്വസിക്കുന്നത്. ഒന്ന് അവർക്ക് വിളിച്ചറിയിക്കായിരുന്നു. എൻ്റെ അനിയൻ്റെ പൊട്ടിയ ഒരു കണ്ണാടി കഷ്ണം ഇപ്പോഴും കോളേജിൽ അവൻ വീണന്റെ സ്ഥലത്ത് തന്നെ സൈഡിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇപ്പൊ ഇവിടെ നിന്ന് പോയ ആൾക്കാരിൽ അവരതെടുത്ത് കൊടുത്തു പോലും വിട്ടിട്ടില്ല. അവിടെ ഇരിപ്പുണ്ട് ആ കണ്ണാടിയുടെ പീസ്, ഇപ്പോഴും അവിടെ ഇരിക്കുകയാണ്. അത്രയ്ക്ക് ഉത്തരവാദിത്വം ഇല്ലാത്ത, അവന്റെ തിങ്സ് എല്ലാം കൊടുക്കേണ്ടതല്ലേ അവര്? അത്രയ്ക്ക് ഒരു പട്ടി അവിടെ നിന്ന് എടുത്തുകൊണ്ട് വരും കണക്കാണ് ഞങ്ങൾ പോയി എൻ്റെ അനിയന്. സീനിയേഴ്സ് പിള്ളേരാണ് അവിടെ വെച്ചിട്ട് അവന് ഒരു പൊതുദർശനം വെക്കണം എന്ന് റിക്വസ്റ്റ് ചെയ്തത്. ആദ്യം ചേട്ടനൊന്നും സമ്മതിച്ചില്ല, അതിൻ്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞ്. അപ്പം പിള്ളേർ പറഞ്ഞു, ചേട്ടാ ഞങ്ങൾക്ക് അവനെ കാണണം, അവസാനമായിട്ടൊന്ന് കാണണം, ഒന്ന് വെക്കുമോ എന്ന് ചോദിച്ച് അങ്ങനെ പൊതുദർശനത്തിന് വെച്ചു. അതും സ്റ്റാഫോ അവിടുത്തെ മറ്റു ആൾക്കാരൊന്നും ഇല്ലായിരുന്നു എന്നാണ് പറഞ്ഞത്. അവിടെ വെച്ചു, കാണിച്ചു, എൻ്റെ അനിയനെ ഇങ്ങ് കൊണ്ടുവന്നു. അവിടെ നിന്ന് പോസ്റ്റ്മോർട്ടത്തിന് മുമ്പാണ് കാണിച്ചത്, പരിഹാരത്തേക്ക് കൊണ്ടുപോയി. ഇത്രയും ദിവസമായിട്ട് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കിട്ടിയിട്ടില്ല. എത്ര ലാഗ് ആവുന്ന എന്താണെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല. ഞങ്ങൾ ഇന്നും ചോദിച്ചായിരുന്നു, സാറേ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കിട്ടിയാൽ? ഇല്ല, കിട്ടിയിട്ടില്ല, കിട്ടിയാൽ നിങ്ങൾ അറിയിക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിന്റെ കാര്യങ്ങൾ എന്താണെന്നുള്ളത് ഞങ്ങൾക്ക് അറിയണം. ഈ സംശയങ്ങൾ വിരൽ ചൂണ്ടുന്ന ഒരു കൊലപാതകത്തിന് തന്നെയാണ്. അവര് മാനസികമായിട്ട് പീഡിപ്പിച്ചു കഴിഞ്ഞാൽ അത് കൊലപാതകം തന്നെയല്ലേ? അങ്ങനെ തന്നെയല്ലേ? അവര് ഒരു കൊച്ചിന്റെ ഒരു കാര്യം കൊണ്ടാക്കിയ പാരന്റ്സിനെ അറിയിക്കേണ്ട ഉത്തരവാദിത്വം അവർക്കില്ലേ? കോളേജുകാർക്ക് അവരതൊന്നും ചെയ്തിട്ടില്ല.